സത്യം പറഞ്ഞില്ല. സ്വർണ്ണം എന്റേതാ. എന്നെ പിടിച്ചിരുന്നേ. എന്റെ സ്വർണ്ണമാണത്. എന്റെ വീട് അക്ക, ഇവിടെ ഒന്നും ഒരു ബാങ്കോ ഫിനാൻസോ ഒന്നും കാണാനില്ലല്ലോ. അക്കം പറഞ്ഞ പോലെ ഞാൻ കുറേ അറ്റലുണ്ട്, ഒരു ഫൈനാൻസ് പോലും ഇല്ല. സ്വർണം വിൽക്കണ്ടേ കയ്യിലിരിക്കണേ? ആ, ഞാൻ കുറേ നോക്കിയക്ക, നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ എങ്ങും ഇല്ല. ആണോ? അവിടെയോ? ആ സ്ഥലം ഞാൻ എത്താറായി. ആ ശരി. അണ്ണ, ഇപ്പൊ ഞാൻ അക്കയെ വിളിച്ചിരുന്നു. അണ്ണ, ഇവിടെയൊന്നും ഒരു ബാങ്കും കണ്ടില്ല അണ്ണ. ഫൈനാൻസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും കിട്ടിയില്ല. 30 പവൻ്റെ സ്വർണ്ണമാണ് കയ്യിലിരിക്കുന്നത്. ഞാൻ നല്ല ഡ്രസ്സൊക്കെ കിട്ടിയെന്ന് വന്നേ. ആർക്കും ഒരു സംശയം തോന്നില്ല അണ്ണ. ഇല്ല, ഒരു സംശയം തോന്നില്ല. നല്ല ഡ്രസ്സൊക്കെ കിട്ടിയെന്ന് പറഞ്ഞേ. നല്ല സുന്ദരിയായിട്ടുണ്ട്. അന്ന ഫൈനാൻസ് കണ്ടു കേട്ടോ. അണ്ണൻ വയ്ക്ക്. കണ്ടു. ഞാൻ അങ്ങോട്ട് കയറട്ടെ. ഇത് സ്വർണ്ണമൊക്കെ പണയം വെക്കുന്ന സ്ഥലമല്ലേ? അതെ. എനിക്ക് കുറച്ച് സ്വർണം പണയം വെക്കാണ്ടായിരുന്നു. സ്വർണം പണയം വെക്കാനോ? എന്താ നോക്കട്ടെ. എന്തായാലും ഇരുന്നോട്ടെ. സ്ഥലം എവിടെ നിങ്ങൾ വരുന്നത്? എന്താ എവിടെ സ്ഥലം? എന്റെ സ്ഥലം പെരുമ്പാവൂരാ. പെരുമ്പാവൂരിൽ ഇവിടെ വരെ നിങ്ങൾ എന്ത് പണയം വെക്കാൻ വന്നു? ഇവിടെ പണയം വെക്കുന്ന സ്ഥലം ഉണ്ടെന്ന് ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാൾ പറഞ്ഞു. അങ്ങനെ വന്നത്. ഇവിടെ സ്വർണ്ണം എടുക്കൂ? ഇല്ല, ഞങ്ങൾ പണയം ഫിനാൻസ് ആണ്. പണയം മാത്രമേ വെക്കത്തുള്ളൂ. സ്വർണ്ണം എടുക്കത്തില്ല. അത് നോക്കട്ടെ. എന്തായാലും എനിക്കൊരു 2 ലക്ഷം രൂപ വേണം. 2 ലക്ഷം രൂപയുടെ സ്വർണ്ണമുണ്ട്. നോക്കട്ടെ. ഇത്രയും സ്വർണ്ണമുണ്ട്. നിങ്ങൾ ID കാർഡ് ഉണ്ടോ? ആധാർ എന്തെങ്കിലും ഉണ്ടോ? ഐഡിയോ? എന്തെങ്കിലും പ്രൂഫ് വേണം അവിടെ. ഐഡി ഉണ്ട്. ഞാൻ ബംഗാളിലാണ് എൻ്റെ നാട്. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഇവിടെ എറണാകുളത്തെ ആയാലും കുഴപ്പമില്ല. എനിക്ക് ID കണ്ടാൽ മതി. ഞങ്ങളിപ്പോ 10-15 വർഷം കൊണ്ട് ഇവിടെ പെരുമ്പാവൂരാണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങള് ജോലിക്കൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെയാണ് താമസിക്കുന്നത്. അഡ്രസ് പ്രൂഫ് കാണിച്ചിട്ട് ബംഗാൾ അവിടുത്തെ മതിയല്ല. എല്ലാം നല്ല. അയ്യോ, എന്റേത്, എന്റെ കൊച്ചിൻ്റെത്, എന്റെ ചേച്ചിയുടേത് എല്ലാം. അതെ, ഞങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. രൂപയ്ക്കുള്ളതുണ്ടോ? നോക്കട്ടെ, ഞാൻ ചെക്ക് ചെയ്യട്ടെ. വിചിത്ര മേഡം ഒന്ന് വരൂ. വേറെ സ്റ്റാഫൊക്കെ ഉണ്ടോ? സ്റ്റാഫൊക്കെ ഉണ്ട്. എന്താ മേഡം?
ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. അയ്യോ ഒന്നും നഷ്ടപ്പെടരുതേ. ഇല്ല, അത് എനിക്ക് എണ്ണ കൊണ്ട് കറക്റ്റ് ഒന്നും കളഞ്ഞു പോകരുത്. ഇല്ലേ, എവിടെ കിട്ടുന്ന സാധനം അവിടെ ഇരുന്നോളൂ, അവിടെ ഇരുന്നോളൂ. എന്റെ സ്വർണ്ണം കളഞ്ഞു പോകരുത്. അവര് ചെക്ക് ചെയ്ത് കൊണ്ടുവരും, അവിടെ ഇരുന്നോളൂ. എനിക്ക് പെട്ടെന്ന് പോണമായിരുന്നു. അത് റെഡിയാക്കാം. നോക്കട്ടെ അതാദ്യം ചെക്ക് ചെയ്യട്ടെ. നല്ലോണം ഒന്ന് നോക്കണേ. കുഴപ്പമില്ലല്ലോ. ഇല്ല, എല്ലാം ഇതും കൂടി ഒന്ന് ഒറിജിനൽ നോക്കണേ. തന്നെ മേഡം. ഒറിജിനലാണ്. ഇതാരും ഇത്രയും സ്വർണ്ണം കൊണ്ടുവന്നേ? ഒരു നാടോടി സ്ത്രീയാ കൊണ്ടുവന്നത്. എന്തോ തട്ടിപ്പാണെന്നാ തോന്നുന്നത്. ലക്ഷ്മി മേഡത്തിന്റെ ലക്ഷ്മി മേഡത്തിന് ഒന്നുകൂടെ പറയാം. ഒറിജിനൽ ആണ് ഇതൊക്കെ. ലക്ഷ്മി മേഡം ഇവിടെ ഇരിക്കൂട്ടെ, ഇപ്പൊ വരാം. ഇത് ചെക്ക് ചെയ്തില്ലേ? ഇവിടെ ഇരിക്കൂ, ഞങ്ങൾ ഇപ്പൊ വരാം, ഇപ്പൊ വരാം. അയ്യോ എന്റെ സ്വർണ്ണം എനിക്ക് പോണം പെട്ടെന്ന്. ആ ശരി. അയ്യോ എന്റെ സ്വർണ്ണം ഇരിക്കൂ, ഇരിക്കൂ, അവിടെ ഇരിക്കൂ, ഇതാ വരുന്നു. എന്താ ശരിയാ? ഇത് കണ്ടിട്ട് സ്വർണ്ണമൊക്കെ ഒറിജിനലാണ്. ചിത്ര മാഡം പറയുന്നു ഏതോ നാടോടി സ്ത്രീയാണ് കൊണ്ടുവന്നതെന്ന്. അവരെ കണ്ടിട്ട് ഒരു നാടോടി സ്ത്രീയുടെ ഇതൊക്കെ സ്വർണ്ണം കൊണ്ടുവരാ. ഇതൊക്കെ സ്വർണ്ണമാണോ? സ്വർണ്ണമാണ് നോക്കിയത് മാഡം. അതെ അതെ അതെ, എല്ലാതും സ്വർണ്ണമാണ് മാഡം. പക്ഷെ അവര് കൊണ്ടുവന്നത് കൊണ്ടൊരു ഡൗട്ടാണ്. അവരെ കണ്ടിട്ട് എനിക്ക് അവിടെ നിന്ന് ദൂരെ നടന്നു കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പിന്നെ അവര് പണയം വെക്കാനെന്ന് പറഞ്ഞ കാരണോട് ഞാൻ അകത്തോട്ട് കാര്യം വിട്ടത്. പോലീസിനെ കള്ളത്തനുണ്ട് അവരെ മാഡം. കണ്ടിട്ട്. പോലീസിനെ ഇൻഫോം ചെയ്യണം. പോലീസിനെ വിവരം അറിയിക്കുന്നതാണ് നല്ലത്. ഇവിടെ വാങ്ങിച്ചു വെച്ച് ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് പ്രോബ്ലം ആവും. എന്റെ സ്വർണ്ണത്തിന് എന്ത് കുഴപ്പമുണ്ടോ? ഒന്നുമില്ല, നിങ്ങൾ അവിടെ ഇരിക്കും. അയ്യോ ഞങ്ങൾ ഞാൻ നോക്കിയിട്ട് പറയാം. ഇവിടെ നിന്നോളാം. അവിടെ ഇരിക്കൂ. ഇവിടെ നിന്നോളാം. എനിക്ക് സ്വർണ്ണം വേണമായിരുന്നു. സ്വർണ്ണം തരാം, നിങ്ങൾ അവിടെ ഇരിക്കും. അതിന്റെ ഇത് ചെക്ക് ചെയ്യാനുണ്ട്, ഫ്ലാറ്റിംഗ് ചെക്ക് ചെയ്യാനുണ്ട്. അയ്യോ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് പോണം. ചെക്ക് ചെയ്തോ നിങ്ങൾ? അയ്യോ എന്റെ സ്വർണ്ണം. നിങ്ങൾ അവിടെ പോയി ഇരുന്നേ ഒന്ന്. പോയി ഇരിക്കും അവിടെ. ഞങ്ങൾ ഇപ്പൊ നോക്കട്ടെ, തരുമോ? ഞങ്ങൾ നീ നോക്കട്ടെ, പൈസ ഞങ്ങൾ വേണം. പരിശോധിക്കട്ടെ. നിങ്ങൾ അവിടെ പോയി ഇരിക്കൂ. ശരി, ശരി. നോക്കോളൂ. അവിടെ ആ കസേരയിൽ ഇരുന്നോളൂ. ഞങ്ങൾ നോക്കിയിട്ട് വിളിക്കാം. അവിടെ ഇരിക്കൂ. ഇവിടെ ഇരുന്നാ മതിയോ? അവിടെ ഇരുന്നോളൂ. ആ ശരി. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? സാർ ഇത് ആദിത്യ ഫിനാൻസിൽ നിന്നാണ് സാർ വിളിക്കുന്നത്. ഇവിടെ ഒരു ലേഡി ഒരു സംശയകരമായ സാഹചര്യത്തിൽ സ്വർണം പണയം വെക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ കണ്ടിട്ട് ഒരു സംശയം തോന്നുന്നുണ്ട്. അവർ കുർബാ സംഘത്തിലെ ലേഡിയാണെന്ന് ഒരു സംശയമുണ്ട്. ഒരുപാട് സ്വർണ്ണമുണ്ട്, 10-30 പവനോളം ഉണ്ട് അവരുടെ കയ്യിൽ. അവരുടെ വേഷവും അവരെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഞങ്ങളിവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് അവരെ. സാർ എന്താ ചെയ്യേണ്ടത് സാർ? എത്ര വരാൻ പറ്റുമോ ഇങ്ങോട്ടൊന്ന്? ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പിടിച്ചിരുത്താം. ഓക്കെ സാർ. ഓക്കെ സാർ. ശരി ശരി ശരി. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ശരിയായോ മേഡം? ഒന്ന് വരൂ, എനിക്ക് പോണമായിരുന്നു. ഒന്ന് വരൂ, ഒന്ന് വരൂ. 2 ലക്ഷം രൂപ കിട്ടുമോ? നിങ്ങൾ അവിടെ നിൽക്കൂ. എന്താ? അവിടെ നിൽക്കൂ. ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത്? നിങ്ങൾ മോഷ്ടിച്ച് വിട്ട് കൊണ്ടുവന്ന മുതലല്ലേ? അയ്യോ അല്ലേ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയധികം സ്വർണ്ണം നിങ്ങളുടെ കയ്യിൽ? നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാതെ ഒരു കള്ളത്തിനാണെന്ന്. ഇല്ല ഇല്ല നിങ്ങൾ സത്യം പറഞ്ഞിട്ട് ഇല്ല. സ്വർണ്ണം എന്റേതാ. നിങ്ങൾ ഇപ്പൊ എന്താ പറയണം. പറയുന്നത്? പോലീസിന് ഇല്ല. വിളിക്കാം. ഇല്ല. അയ്യോ. പോലീസ് വരും. എന്നെ പിടിച്ചിരുന്നേ. അയ്യോ എന്റെ സ്വർണ്ണമാണ്. അയ്യോ എന്നെ കണ്ടേ. അയ്യോ എന്റെ സ്വർണ്ണം. എന്റെ സ്വർണ്ണാണത്. എന്റെ വീട്. എനിക്ക് വെള്ളം വേണം. അയ്യോ ഞാൻ ചത്തുപോകും. അയ്യോ എന്റെ സ്വർണ്ണം.
ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് സ്വർണ്ണം ഇങ്ങോട്ട് തരേ. അയ്യോ എന്നെ കെട്ടരുതേ ചേച്ചി, എന്നെ കെട്ടരുത് ചേച്ചി. ചേച്ചി വേഗം വരാൻ പറ. അയ്യോ ചേച്ചി. ശരി സാർ. ഇല്ല ഒരു രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. ചേച്ചിമാരെ എന്റെ സ്വർണം താ ചേച്ചിമാരെ, ഞാൻ പൊയ്ക്കോളാം ചേച്ചിമാരെ. ഞാൻ മോട്ടിച്ചതൊന്നും അല്ല, ഞാൻ മോട്ടിച്ചതല്ല ചേച്ചി. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ കത്തി കൊണ്ട് നടക്കുന്നത്? അയ്യോ കത്തി ഞാൻ മുറുക്കാൻ ചവയ്ക്കും, എന്റെ പാക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാ. കത്തി കാണിച്ചിട്ടല്ലേ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയത്? അല്ല എന്നെ പിടിച്ചുകെട്ടാൻ ചേച്ചിമാരെ, എന്നെ ഒന്ന് രക്ഷിക്ക്. കുറുവ സംഘത്തിന്റെ മറവിൽ ഭീതി പടർത്തി സാമൂഹ്യ വിരുദ്ധർ. രാത്രിയിൽ കറങ്ങുന്ന രണ്ട് മോശന്മാരെ ജാഗ്രതാ സമിതിയുടെ സഹായം സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ കാര്യങ്ങൾ കർശന നടപടി ഉണ്ടാകുന്ന ആലപ്പുഴ പോലീസ് മുന്നറിയിപ്പ്. സന്തോഷ് സെൽവം സംഭവമാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂട്ടുപ്രതികൾ ആരെന്നോ മറ്റെവിടെയൊക്കെ മോഷണം നടത്തിയിട്ടുണ്ടെന്നോ സന്തോഷ് സെൽവം തുറന്നു പറയുന്നില്ല. അതുകൊണ്ട് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് കേസ് ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രത്യേക സംഘം തീരുമാനിച്ചിട്ടുള്ളത്.